ഹലോ നമസ്കാരം. ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രി 9ാം നാളായിരുന്നല്ലേ. അപ്പോൾ ഇന്ന് സിദ്ധിദാത്രി ദേവി ഭക്തർക്ക് എല്ലാ സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്നവൾ, താമര പൂവിൻ്റെ മുകളിൽ ഇരിക്കുന്നവളാണ്, ചതുർഭുജമുള്ളവളാണ്. വലത് കൈകളിൽ ചക്രവും ഗദയും, ഇടത് കൈകളിൽ ശംഖും താമരയും. അതാണ് സിദ്ധിദാത്രി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കളർ പിങ്കാണ് കേട്ടോ. ഇന്നത്തെ കളറ് പാർവതി ദേവിയുടെ ഓരോ ഭാവങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കളറ് പിങ്ക് കളർ. പിന്നെ പരമശിവൻ്റെ, അതായത് ശിവഭഗവാന്റെ എല്ലാ സർവ്വസിദ്ധിക്കും കാരണം ഈ സിദ്ധിദാത്രി ദേവിയാണെന്ന് പറയപ്പെടുന്നു. സിദ്ധിദാത്രി ദേവി കൊടുത്ത ആ സിദ്ധി, അതിൻ്റെ നേർപകുതി പാർവതി ദേവിക്ക് കൊടുത്തത് കൊണ്ടാണ് അർദ്ധനാരീശ്വരൻ എന്ന് നമ്മൾ പറയാറില്ലേ, അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നും പറയുന്നു. ഇന്നത്തെ എൻ്റെ നിവേദ്യം സുഹിയനാണ്. സുഹിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കടകളിൽ വാങ്ങിക്കുന്ന ചെറുപയർ ഉള്ളിൽ വെച്ചിട്ടുള്ളതല്ല കേട്ടോ. ഇത് നാളികേരം ശർക്കരയും കൂടി ഇത് ചെയ്തിട്ട് അത് ഉള്ളിൽ വെച്ചേക്കണതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നാളെ അടുത്ത വീഡിയോയിലൂടെ, അതായത് മഹാനവമി പിന്നെ വിജയദശമി അല്ലേ, അപ്പോൾ നാളെ മഹാനവമിയുടെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും. ഇവിടെ ഞാൻ ചെറിയ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു 2-3 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കണതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഉഴുന്ന് മാത്രം എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ വടക്കൊക്കെ അരക്കില്ലേ, അതുപോലെ നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ശരിക്കും അരയണില്ലെങ്കിൽ 1 സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് പതുക്കെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അരച്ച് കഴിഞ്ഞു. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറിലിട്ട് കഴുകി അതും കൂടി ഒഴിച്ചു. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 1 സ്പൂൺ, അത് വലിയ സ്പൂണിന് 1 സ്പൂൺ അരിപ്പൊടി, നമ്മൾ സാധാരണ അരിപ്പൊടിയിലെ അതും ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ റവയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വെള്ളം റവ കുറച്ച് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അത് കാരണം ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് 1 സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, അടുത്തത് നാളികേരം. 1 കപ്പ് നാളികേരത്തിന് പകുതി ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് കൂടി വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചിട്ട് പിന്നെ അത് നമ്മൾ അതേ പാനിൽ തന്നെ ഒഴിച്ചു. പിന്നെ ആ നാളികേരം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ആ നാളികേരത്തിലുള്ള ഒരു വെള്ളം ഉണ്ടാവും, പിന്നെ ശർക്കരയിൽ നമ്മൾ ഉരുക്കിയപ്പോൾ വെള്ളം ഒഴിച്ചില്ലേ, അതൊക്കെ ഒന്ന് വറ്റണ വരെ ഏകദേശം 3-4 മിനിറ്റ് നേരം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്താലാണ് അത് ശരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം അറിയാൻ പറ്റും നമുക്ക്, ഏകദേശം അതിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 4-5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചുക്കിൻ്റെ പൊടി കേട്ടോ ഞാൻ ഇട്ടത്, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാനിപ്പോൾ ചുക്കിൻ്റെ പൊടി ഇട്ടു. ഇനി അത് ചൂടാറിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ്. ഏകദേശം 7 ഉണ്ട പോലെ എനിക്ക് ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ അളവിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ആ ഓരോ ഉണ്ടയും നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ അരിപ്പൊടിയും റവയും ഉഴുന്നും കൂടിയല്ലേ അതിലേക്ക് മുക്കി ഇതേപോലെ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം 6-7 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഒന്നിച്ച് തന്നെ അതിലേക്ക് ഇട്ട് വറുക്കുകയാണ്. ഗ്യാസ് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലൊന്നും വേകാണ്ട് പുറമെ മാത്രം കരിഞ്ഞു പോവും. അപ്പോൾ റവയും അരിപ്പൊടിയൊക്കെ ഇട്ടത് കാരണം പുറമെ നല്ല ക്രിസ്പായിരിക്കും, അകത്ത് നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ 4-5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഇതെല്ലാം വാങ്ങി വെച്ചു. ഇനി ബാക്കി നമ്മൾ അരിമാവ് ഉണ്ടാവില്ലേ, ഉഴുന്ന് മാവ്, അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ടിട്ട് നാളെ ദോശ ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് സവാള പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ബോണ്ട പോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ നിവേദ്യം കണ്ടുല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം. അതുവരെ